ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ക്ലാസ്സ് ബ്ലോഗ്. അപ്പൊ നമ്മൾ ഈ കുപ്പിയും വെച്ച് ഒരു ആർട്ട് ചെയ്യാൻ പോണാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പെയിന്റിംഗ് ബ്രഷ് ഉണ്ട്, പിന്നെ ഒരു കളർ ഉണ്ട്, പിന്നെ ഇച്ചിരി വെള്ളമുണ്ട്, പിന്നെ ഒരു ടിഷ്യൂ പേപ്പറും. അത്രയും സാധനങ്ങളുള്ളൂ. നമ്മളുടെ പരിപാടിയിലോട്ട് തുടങ്ങാം. അപ്പൊ ഗൈസ്, ആദ്യം എന്ന് പറയുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൽ ഒട്ടിച്ച് വെക്കണം. അതാണ് നമ്മളുടെ പരിപാടി. ഫസ്റ്റത്തെ നമ്മള് നോക്കട്ടെ, ശരിയാവോന്ന് എനിക്കറിഞ്ഞൂടെ, ചിലപ്പോ ശരിയാവും. ഞാനിത് മൊത്തം വെള്ളത്തിലിടാൻ വേണം. ഇതുപോലെ ഒന്ന് അവര് മടക്കി വെച്ചേക്കണ്ട, അത് ഇതുപോലെ തുറക്കണം. ഈ സൈഡിൽ നിന്നല്ലേ ഗൈസ്, അപ്പൊ ഈ സൈഡിൽ നിന്ന് ഗൈസ്. അപ്പൊ ചേച്ചി ഒത്തിരിപ്പുണ്ടട്ടാ, പുള്ളിക്കാരിക്ക് നാണമാണ് വീഡിയോ എടുക്കാൻ വരാൻ. ഞാൻ ഇതുപോലെ തുറന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ മുക്കാം. ഇത് വെള്ളത്തില് നേരെ അങ്ങോട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഗ്യാസ് കീറിപ്പോയി. പണിവാളി കുഴപ്പമില്ല. അത് നമുക്ക് നെക്സ്റ്റ് ടിഷ്യൂ വെച്ച് ചെയ്യുമ്പോ നമുക്ക് സെറ്റാക്കാം. പക്ഷേ കുഴപ്പമില്ല, ഇവിടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം. നെക്സ്റ്റ് ടിഷ്യൂ എടുക്കട്ടെ. ടിഷ്യൂ എന്ന് പറയുമ്പോ ഇതുപോലെ തന്നെ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ വെച്ചിട്ട് ഫെയിലായി ഇതുപോലെ ഇതൊക്കെ എന്താ വെള്ളത്തിൽ മുക്കിയത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ആ കീറിയ ഭാഗത്തിന്റെ മേലില്. ഇത് നെക്സ്റ്റ് ടിഷ്യൂ എടുത്ത് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ മുക്കിയിട്ട് ചെയ്യാണ്. ഗ്യാസ് വെള്ളമൊക്കെ താഴെ പോണ്ടിട്ടാ, കുഴപ്പമില്ല, നമ്മള് തുടച്ചിടും. അതൊക്കെ ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണക്കാൻ പറ്റണോട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് കുപ്പി ഇതുപോലത്തെ രീതിയിൽ കിട്ടിയിട്ടുണ്ട്, ടിഷ്യൂല് പൊതിഞ്ഞ്. അപ്പൊ നമ്മള് ഒരു 2 മണിക്കൂർ ഉണക്കാൻ വെച്ചിട്ട് കാണാം. നോക്കിയാൽ നമ്മള് കുപ്പി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നേരത്തെ പോലെ പെയിന്റ് ഒക്കെ എന്റെ കയ്യിലുണ്ടാ. പിന്നെ ഇച്ചിരി വെള്ളം ബ്രഷ് നോക്കാൻ വേണ്ടി. ഓക്കെ, അത് വീഡിയോ തുടങ്ങാം. ആദ്യം വേണ്ടത് നമ്മുടെ പെയിന്റ് ആണ് ഗൈസ്. പെയിന്റ് എടുത്തിട്ട് ഇതുപോലെ വെക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് എടുക്കണം. ഇതിലാണെങ്കിൽ ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനത്തെ കുറെ കളർ ഉണ്ട്. ഞാൻ ഇപ്പൊ ചൂസ് ചെയ്യുന്ന റെഡ് ആണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഞാൻ റെഡ് കളർ തുറക്കാണ്. ഇവിടെ വിളക്കൊക്കെ സമയം കേട്ടാ ഗൈസ്. ഗൈസ് പെട്ട് ഗൈസ് ഇത് ഞങ്ങളാണ്. അയ്യോ ഗൈസ്, എന്റെ മേത്തോട്ട് ഗൈസ് എന്റെ കയ്യിൽ ഇത്തിരിയായി. കുഴപ്പമില്ല. നമ്മൾ അടിക്കാൻ പോണാണ് പെയിന്റ്. മേളിലത്തെ ഭാഗത്ത് മാത്രം ഞാൻ റെഡ് കളർ അടിച്ചു കൊടുക്കണ്ടേ. നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാട്ടോ. നല്ല കുതിരയുണ്ട് കേട്ടാ, കുഴപ്പമില്ല. കുതിരയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കൊതുക് വന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല കൊതുക് അതുകൊണ്ടാണ് കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇല്ലാണ്ട് നമ്മള്
ചെയ്ത് നോക്കിയാൽ അപ്പം ഇത് സക്സസ് ആയി. അപ്പം ഇപ്പോഴും അതുപോലെ സക്സസ് ആവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ചിലപ്പോൾ സക്സസ് ആവും. നല്ല കൊതുക് കേട്ടോ. നോക്കി ഇതുപോലെ. അയ്യോ ശേ ഗൈസ്, എൻ്റെ കാല് നോക്കി പൊട്ടിയതുപോലെ ഉണ്ട് ഗൈസ്. അതെന്താ പൊട്ടിയതുപോലെ ഒന്നുമില്ലേ, പക്ഷെ പെയിൻ്റ് ആയതാണ്ട് കുഴപ്പമില്ല. കൊതുകിടൊന്നും ഇതല്ല ഗൈസിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലിത് വേറെ പെയിൻ്റ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഈ പെയിൻ്റ് വരുന്നതാണ് മഞ്ഞ. ഈ മഞ്ഞ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. മഞ്ഞ സൈഡിലടിച്ചു കൊടുക്കുക. അത് ഒട്ടാതിരിക്കണ ഭാഗത്തൊക്കെ ഇത് അടിച്ചു കൊടുക്കാം. അത് വേഗം നല്ലോണം അടിച്ചു കൊടുക്കണം കേട്ടോ. ഇവിടം വരെ അടിച്ചു കൊടുക്കണം. അതിപ്പോൾ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. അതിന് കഷ്ടപ്പെട്ട പണിയാണ് സത്യം പറഞ്ഞ. ഗൈസ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളുടെ കുപ്പിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊന്നും കൂടി ഉണക്കാൻ വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ നാളെ വരെയും കുറച്ചൊരു കഴിഞ്ഞിട്ട് നാളെ കാണട്ടെ. എന്നുവെച്ചാൽ നാളെ തന്നെ ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്യണ വീഡിയോ ഇട്ടാ. ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോഴത്തേക്കും ഗുഡ് ബൈ. അപ്പോൾ ഗൈസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോഴത്തേക്കും ബൈ ബൈ.